ഹായ് ഗൈസ്, ഞാനിന്ന് ഓടക്കൊല്ലി ഗുഹകളിലേക്കുള്ള യാത്രയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്തുള്ള പുളിങ്ങോം ടൗണിൽ നിന്ന് കണ്ണൂർ ജില്ലാ അതിർത്തിയും കടന്ന് കാസർഗോഡ് ജില്ലയിലൂടെ ഏതാണ്ട് 4-5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓടക്കൊല്ലിയായി. അതിമനോഹരമായ വഴിയിലൂടെ സഞ്ചരിച്ച് ഞങ്ങളിതാ ഓടക്കൊല്ലി നാച്ചുറൽ കേവിലേക്കുള്ള പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. കവാടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളുമായി ഒരു കട കാത്തിരിക്കുന്നുണ്ട്. ഗേറ്റും കടന്ന് മൺ റോഡിലൂടെ നമുക്ക് മുമ്പോട്ട് നടക്കാം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ഗുണ കേവുകളെക്കുറിച്ചുള്ള പത്രവാർത്തകൾക്കിടയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഗുണ കേവ് എന്ന് വിളിക്കാവുന്ന ഓടക്കൊല്ലി ഗുഹകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് തന്നെ ഒരു യാത്ര ഇങ്ങോട്ടാവാമെന്ന് തീരുമാനിച്ചു. ഭാര്യയും മകനുമാണ് ഒപ്പമുള്ളത്. ആദ്യമായി ഇവിടെ എത്തുന്നത് കൊണ്ട് എന്താണ് പ്രകൃതി നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ദൃശ്യങ്ങൾ എന്ന ആകാംക്ഷയുണ്ട്. എന്തായാലും മോശമാവില്ലെന്നാണ് മനസ്സ് മന്ത്രിക്കുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയയിൽ ഇന്ന് വാഹനങ്ങൾ വളരെ കുറവാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ കുറവാണ്. പാർക്കിംഗ് ഏരിയയും കടന്ന് നമുക്ക് ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ ചെറിയ കുട്ടികളുടെ പാർക്ക് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. റബ്ബർ മരങ്ങൾക്ക് ചുറ്റും ഇരിക്കാനുള്ള സിമൻറ്റ് തറകൾ കെട്ടി പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചായ കാപ്പി ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേൽക്കൂര പണിത് കഴിഞ്ഞിട്ടില്ല. ഉടനെ പണി പൂർത്തിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് ഒരു പെൺകുട്ടിയെയും, ഇതിവിടെ ഒരു വലിയ പാറയെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. സിമൻറ്റ് പാത്രത്തിൽ മുട്ട വെച്ചതുപോലെയാണ് തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടറിലെ പെൺകുട്ടി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. 6 പേരെങ്കിലും ഉണ്ടെങ്കിൽ 6 പേരെ കൊണ്ടുപോകും അവർ. അപ്പോൾ അതിന് ഗൈഡ് വേണം, ഹെൽമെറ്റ് ഹെഡ്ലൈറ്റും അങ്ങനെയൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത്. 300 രൂപ. ഒരാൾക്ക് 300 രൂപ. അപ്പോൾ അത് പോയിട്ട് വരണമെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. ഉള്ളിൽ പോയിട്ട് വരണമെങ്കിൽ ഗുഹേൻ്റെ അകത്ത്. ഇപ്പൊ പോകുന്നതിന്റെ അവിടെ നിന്ന് വേറൊരു വഴിയുണ്ട്. ഇപ്പൊ നോർമലായിട്ട് നിങ്ങൾ പോകുന്നത്. സാധാരണ നമ്മൾ പോകുമ്പോൾ കുറച്ച് സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോ നോർമലായിട്ട്. ബാക്കി പോകുന്നത് അത് ഗൈഡ് വേണം, അങ്ങനെയാണേലേ പോകാനാവുള്ളൂ. നമ്മളൊരു 10-20 പേര് വന്നു കഴിഞ്ഞാലോ? അത് 2 ഗ്രൂപ്പ് ആക്കിയിട്ട് 2 ഗൈഡ് വെച്ചിട്ട് പോകും. ഓരോരാൾക്ക് 300 രൂപ വേണം. ഒരാൾക്ക് 300. ഗുഹയിൽ കയറാൻ 100 രൂപ മതി എന്നാണ് പെൺകുട്ടി അറിയിച്ചത്. എന്നാൽ ഇവിടെ സംഘടിപ്പിക്കുന്ന അഡ്വഞ്ചർ ട്രെക്കിങ്ങിന് 300 രൂപയാണ് ചാർജ്. ഗുഹ കൂടാതെ അതേപോലെ അനുഭവപ്പെടുന്നതാണ് അഡ്വഞ്ചർ ട്രെക്കിങ്. 3 മണിക്കൂറെങ്കിലും യാത്രയുണ്ടാവും എന്നാണ് ടിക്കറ്റ് കൗണ്ടറിലെ പെൺകുട്ടി നമ്മെ അറിയിച്ചത്. ഏതായാലും ഞങ്ങൾ 100 രൂപയ്ക്കുള്ള ഗുഹയിൽ മാത്രം കയറാനാണ് തിരഞ്ഞെടുത്തത്. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഈ അഡ്വഞ്ചർ ട്രെക്കിങ്ങിൽ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു അഡ്വഞ്ചർ ട്രെക്കിംഗ് നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും മഴക്കാലമാവട്ടെ, അപ്പം നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഓടക്കൊല്ലി ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ കണ്ട ഗേറ്റല്ല യഥാർത്ഥത്തിൽ പ്രവേശന കവാടം. ഇതാണ്, ഈ കാണുന്നതാണ് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം. ഇത് കാസർഗോഡ് ജില്ലയിലെ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഓടക്കൊല്ലി ഗുഹയിലാണ് ഉള്ളത്. വലിയ ഒരു പാറക്കെട്ടിന്റെ താഴെയായിട്ടാണുള്ളത്. വഴി ഇതാണ്. ഈ വഴി അങ്ങോട്ട് കയറിപ്പോകാനുള്ള സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഗുഹയിലൂടെ നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു വഴിയാണ് ഉള്ളത്. ഇടക്കൽ ഗുഹ പോലെ ഇടയ്ക്ക് കല്ല് തൂങ്ങിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഇതിനകത്ത് ഉണ്ട്. എന്തായാലും ഒരു ദിവസം വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഇത്രയും കാലം ശ്രദ്ധിക്കാതെ പോയത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടക്കൊല്ലി ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇടുങ്ങിയ ഗുഹയുടെ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ. 2 വലിയ കല്ലുകളുടെ ഇടയിലൂടെ നടന്ന് കയറാൻ. എപ്പോൾ കല്ല് അമരുന്നതെന്ന് നോക്കിയാൽ മതി. ഏതോ
എർത്ത് ക്വിക്കിലൂടെ, അതായത് ഈ ഭൂകമ്പത്തിലൂടെ രൂപം കൊണ്ടതാണ് ഈ ഗുഹ എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. നമ്മുടെ ഇടക്കൽ ഗുഹ പോലെ ഉള്ള മറ്റൊരു ഗുഹയുടെ രൂപീകരണമാണ് ഈ പാറക്കെട്ടിലൂടെ, ഒരുപക്ഷെ മുമ്പ് നടന്ന വലിയ ഭൂകമ്പത്തിലൂടെ ഉണ്ടായ പാറക്കെട്ടുകളുടെ ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഈ രീതിയിലായതായിരിക്കണം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പാറക്കെട്ടുകളുടെ കൂട്ടം ഉണ്ടാവാൻ യാതൊരു കാരണവശാലും തരമില്ല എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇടക്കൽ ഗുഹയിലെ ഇടക്കല്ല് പോലെ മേലെ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കല്ല് ഇതിനകത്ത് കാണാം. എപ്പോൾ അത് താഴേക്ക് വീഴുമെന്ന് അറിയില്ല. അങ്ങനെ അറിയില്ലായിരിക്കും, ഒരു പക്ഷേ ഇത് വർഷങ്ങളായി, ചിലപ്പോൾ യുഗങ്ങളായി തന്നെ ഇങ്ങനെ നിലകൊണ്ടതായിരിക്കും. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പം ഓടക്കൊല്ലി ഗുഹയിലാണ്. ചെറുപുഴയിൽ നിന്ന് പുളിങ്ങോം വഴി പാലാവയലിലേക്കുള്ള റോഡിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പാലാവയൽ റോഡിൽ നിന്ന് ഒരു ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഓടക്കൊല്ലി നാച്ചുറൽ കേവ് എന്നുള്ളൊരു ബോർഡ് കാണാം. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗുഹയിൽ എത്തിച്ചേരാം. ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നോക്കാം. നമുക്കിത് വലിയ കല്ലുകൾക്കിടയിലൂടെ ചില സ്ഥലങ്ങളിൽ വളരെ ഇടുങ്ങിയ ഗുഹയാണ്. ഇത് കണ്ടില്ലേ, എത്ര മനോഹരമായൊരു കാഴ്ചയാണ്. സ്റ്റെപ്പുകൾ, പടവുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയറ്റങ്ങൾ കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടുകളില്ല. 2 ഭാഗത്തും ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല ഇരുണ്ട ഗുഹയായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഇടുങ്ങിയ ഗുഹയായിരിക്കും, ചില സ്ഥലങ്ങളിൽ നമ്മുടെ തലമുട്ടാൻ പാകത്തിലുള്ള ഗുഹയാണ്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗുഹ അവസാനിച്ചതായി തോന്നി നമ്മൾ മേലേക്ക് കയറി പാറമേലേക്ക് കയറുന്നത് പോലെ തോന്നും. പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത ഗുഹയിലേക്കുള്ള പ്രവേശനമായി. പിന്നീട് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്കുള്ള ഗുഹ നമുക്ക് കാണാൻ കഴിയും. പടവുകൾ കെട്ടിത്തിരിച്ചിട്ടുള്ള അനേകം കൈവഴികളുള്ള ഗുഹയാണിത്. ഗുഹ എന്ന് കൃത്യമായി ഗുഹ എന്ന് പറയാൻ പാടില്ല. വലിയ കല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായ ദൃശ്യം. ഇപ്പോൾ ഞങ്ങൾ മേലെ കാടുകളിലെ മേലേക്ക് കയറി വന്നിരിക്കുകയാണ്, ഗുഹയിൽ നിന്ന് മേലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ താഴെ ഗുഹയിൽ നിന്ന് കയറി വന്ന വഴി. അതിനകത്തു നിന്ന് 2 പേര് ഇനി കയറി വരാനുണ്ട്. അതുകൊണ്ട് അവരെ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ മേലെ കാത്തു നിൽക്കുകയാണ്. അതാ വരുന്നുണ്ട്. മാളത്തിൽ നിന്ന് മേലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാം. ഇതേപോലെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇതിൽ നിന്ന് 2 പേരും കയറി വരുന്നുണ്ട്. അനുഭവങ്ങളാണ് ഈ ഗുഹയിലുള്ളത്. വീണ്ടും ഇതാ നമ്മൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയായി. ഒന്ന് കയറി വന്നു, വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഗുഹേൻ്റെ ഉള്ളിലേക്ക് കല്ലുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി അതങ്ങോട്ട് ഒരു ഇടുങ്ങിയ ഗുഹ വഴി കാണാം. ഈ വഴിയിലൂടെ ശരിക്കും ഇത് ഗുഹയാണോ അല്ല പാറക്കെട്ടുകളുടെ ഇടയിലൂടെ നമ്മുടെ സഞ്ചാരമാണോ എന്ന് പറയാൻ കഴിയില്ല. ഇടയ്ക്ക് വലിയ ഗുഹയെന്ന് തോന്നും, പക്ഷെ മേലേക്ക് നമ്മൾ കയറി വന്ന് വീണ്ടും നമ്മൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു തരം വിചിത്ര അനുഭവമാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ കല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് കയറി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെയുള്ള സ്റ്റെപ്പുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ബുദ്ധിമുട്ടില്ലാതെ കയറി വരാൻ പറ്റുന്ന ഗുഹയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, വെറും ഒരു ഗുഹയല്ല, ശരിക്ക്
കാണേണ്ട ഒരു ഗുഹ തന്നെയാണ് ഇത്. ഇതൊരു വ്യത്യസ്തമായ ഒരു ഗുഹയാണ്. ട്രെക്കിങ്ങിന് താല്പര്യമുള്ളവരും ഇത് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെ ആണ്. ഇതാ വീണ്ടും നമ്മൾ വലിയ 2 കല്ലുകൾക്കിടയിലൂടെ നടന്ന് പോവുകയാണ്. മേലെ തല മുട്ടാതെ സൂക്ഷിച്ചാൽ നല്ലത്. ഇങ്ങനെ ഹാൻഡ് റെയിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി ഇതിപ്പോൾ താഴേക്ക് അവിടെ ഒരു ഗേറ്റ് കാണാം. ഇതാ ഗേറ്റിൻ്റെ ഇടയിലൂടെ താഴേക്ക് ചെന്ന് നോക്കാം. ഇത് നമുക്ക് പോകേണ്ട വഴിയല്ല, അങ്ങോട്ടൊരു വഴി കണ്ടു. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്താണ് അവിടെയുള്ള കാഴ്ചകൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പന്നി അല്ലെ പുലിയോ ഉണ്ടെങ്കിൽ കടിച്ചു കൊണ്ടുപോകും. ഇത് വലിയ കയറി കിടക്കുന്നുണ്ടെങ്കിൽ അറിയില്ല. അതായത് ഇതൊരു ഇരുട്ട് ഗുഹയാണ്. ഇതിനകത്ത് വല്ല പുലിയോ കടുവയോ വന്ന് കയറി കിടക്കുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല. പിന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. രാത്രി പന്നി കയറി വരുന്നുണ്ട് അത്രേ. പന്നി വന്നു കഴിഞ്ഞ് രാവിലെ ഇറങ്ങി പോകുന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു അനുഭവം തന്നെയാണ്. ഈ ഭാഗത്ത് കണ്ടല്ലേ തട്ടും. ഇവിടെ ഒരു സ്റ്റെപ്പ്, ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കാം. ഗുണാക്കി വെക്കണ്ട ഇറങ്ങാത്തത്. ഇതാ ഇതുവഴി ഇങ്ങോട്ട് വേറെ വഴിയാന്ന് തോന്നുന്നു. അല്ല, ഇതിവിടെ അവസാനിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ അമ്മോ. ഇതാണ് അവര് പറഞ്ഞ ട്രെക്കിങ്, 2 മണിക്കൂർ സമയത്തെ ട്രെക്കിങ്ങിനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാനുണ്ട്. ഇല്ല, ഇത് അങ്ങോട്ട് പോകാനില്ല. ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ താഴേക്ക്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ട്രെക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ സമയത്തേക്ക് നടന്നു പോകാനുള്ള ദൂരത്തേക്കുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതുവഴി ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഏതായാലും നമ്മളോട് അങ്ങോട്ട് പോകേണ്ട എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തിരിച്ച് നമുക്ക് നമ്മുടെ വഴി തന്നെ കയറി പോകാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ, കാടിൻ്റെ ഇടയിലൂടെയുള്ള നടത്തമാണ്. ഇപ്പോൾ കല്ലും കൂട്ടുകൊണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കാനെല്ലാം സ്ഥലമുണ്ട്. ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം, വേണമെങ്കിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. ആകാശം നോക്കി ഇങ്ങനെ കിടക്കാൻ, കാട്ടിന് നടുവിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ട്. നമുക്കിതാ ഇതുവഴി ഇങ്ങനെ കാടിനിടയിലൂടെ പാറക്കെട്ടുകൾക്കരികിലൂടെ നടന്ന് മുന്നോട്ട് പോകാം. പെട്ടെന്ന് താഴെ ഗുഹയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. താഴേക്ക് ഗുഹേൻ്റെ ഉള്ളിലേക്ക് കല്ലുകൾക്കിടയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കല്ല് തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ? ഈ തൂങ്ങിക്കിടക്കുന്ന കല്ലുകൾക്കിടയിലൂടെ നമ്മൾ ശരിക്കും ഗുഹേൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അനുഭവം. പെട്ടെന്ന് നമ്മൾ കയറി വരും, മേലേക്ക് കയറി വരും, വീണ്ടും നമ്മൾ ഇറങ്ങി. നമ്മൾ വിചാരിക്കും ഇത് അവസാനിച്ചു എന്ന്. അല്ല, വീണ്ടും നമ്മൾ അങ്ങ് അകത്തേക്ക് പോവുകയാണ്.
ഇതൊരു അവിടെ ഒരു ഗേറ്റ് കാണാം. ഇതിനപ്പുറത്തുള്ള ഇതാ എടുക്ക് മൊബൈൽ കിട്ടൂല. ഇത് വലിയൊരു ഗുഹയാണ്. യക്ഷി ഗുഹ. യക്ഷി ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ പുറത്തേക്കുള്ള വഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കല്ലുകൾക്കിടയിലൂടെ നമ്മൾ ഇനി പുറത്തേക്കുള്ള വഴിയിലേക്കാണ്. ഇതാ ഇവിടെ ഒരു തുറന്ന സ്ഥലം ഇവിടെ കാണാം. ഒരു വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കാട്ടിന് നടുവിലെത്തിയ പ്രതീതിയാണുള്ളത്. ചുറ്റും നല്ല കാടാണ്. ഒരു പാറപ്പുറത്താണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ ഓടക്കൊല്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ഓടക്കൊല്ലി. അങ്ങ് ദൂരെ മല കാണാം. ഇനി നമുക്ക് പുറത്തേക്കുള്ള വഴിയാണ്. കാടുകൾക്കിടയിലൂടെ നമുക്ക് നടന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അതും പാറക്കെട്ടുകൾക്കിടയിലൂടെ തന്നെയാണ് ഈ വഴി സ്റ്റെപ്പ് കെട്ടി തിരിച്ചിട്ടുള്ളത്. ഇതാ വീണ്ടും ഒരു ഗുഹയോ ചെറിയൊരു ഗുഹയിലൂടെ കടന്ന് വേണം പുറത്തേക്ക്. ഗുഹയല്ല, കല്ലുകൾക്കിടയിലൂടെ കടന്ന് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. പുറത്തേക്കുള്ള വഴിയിലും ഒരു ഗുഹ. അതാണ്. അതെ, എത്ര മനോഹരമാണ് ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ. മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നടത്തം അതിമനോഹരമായിരിക്കും. ഇതാ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പുറത്തേക്കുള്ള വഴിയിലെത്തിയിട്ടുള്ളത്. നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഒരു റബ്ബർ തോട്ടമുണ്ട്. റബ്ബർ തോട്ടത്തിനിടയിലൂടെ നമ്മൾ താഴേക്ക് നടന്ന് ഇങ്ങനെ, അത് ഈ രസകരമായ ഒരു നടത്തമാണ്. മരങ്ങൾക്കിടയിലൂടെയുള്ള നടത്തം. ഈ ചരിവിലൂടെ കുന്നിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിനെ ഒരു പൊഞ്ഞാർ വന്ന് പൊതിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചരിവിലാണ് എൻ്റെ ബാല്യകാലം പശുവിനെ മേച്ചുകൊണ്ട് സായന്തനങ്ങൾ പിന്നിട്ടത്. അപ്പോൾ ഞാൻ പാടി നടന്ന ഒരു ഗാനമാണ് ഇപ്പോൾ വന്നെൻ്റെ പൊഞ്ഞാർ പൊതിക്കെട്ട് അഴിച്ചു നോക്കുന്നത്. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി.
ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾ ഗുഹയും കണ്ട് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഇറങ്ങി വരാനുള്ള വഴി നല്ല കാട്ടിലൂടെയാണ് ഇറങ്ങി വന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഞങ്ങൾ നടന്നെന്നാണ് തോന്നുന്നത്. ഗുഹയും ഈ നടവഴിയും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരു പ്രൊമോഷൻ ആവട്ടെ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പുളിങ്ങോം അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി ഓഫീസിലാണുള്ളത്. അതിൻ്റെ നടത്തിപ്പുകാരനായ സനീഷ് ഇവിടെ ഉണ്ട്. നമുക്ക് സനീഷിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സനീഷ് പറയാമോ? ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി ഒരു അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ അതിന് കീഴിൽ ഞങ്ങൾ കുറച്ച് ടൂറിസ്റ്റ് സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഞങ്ങളുടെ ഓടക്കൊല്ലി നാച്ചുറൽ കേവ്, പിന്നെ ചെറുപുഴയ്ക്ക് ടൗണിനടുത്തുള്ള ആയന്നൂർ തീരം പ്രധാനപ്പെട്ടതാണ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ്. അതിൻ്റെ ഏകദേശം 1000കണക്കിനോ 10000കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് മലയിടിഞ്ഞോ ഉരുളുപൊട്ടിയോ ഭൂമത്തിൽ എങ്ങനെയോ ഉടലെടുത്തതാണ്. ഈ പാറകളെല്ലാം കൂടെ കൂട്ടം കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണൊലിപ്പ് മൂലം മണ്ണ് പോയി കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഗുഹയായി മാറി. എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ഗുഹയിൽ ഒരു വലിയ പാറക്കെട്ടുകൾ കൊണ്ടുള്ള ഗുഹ. സാറിപ്പോൾ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ അത് തന്നെ 2 സെക്ഷനായിട്ടാണ്. അതായത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും അനായാസം കയറാവുന്ന രീതിയിൽ അതിൻ്റെ നോർമൽ 2 സൈഡ് ഹാൻഡ് റെയിലുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. അത് കയറി ഇറങ്ങാവുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വഞ്ചർ, നല്ല യൂത്തിനും നല്ല ആരോഗ്യമുള്ളവർക്കും നല്ല ഹെൽത്ത്ഫുള്ളായ ആൾക്കാർക്ക് വേണ്ടി അഡ്വഞ്ചർ സെക്ഷൻ ഏകദേശം അതുപോലെ ഇൻഷുർഡാണ് കാര്യങ്ങൾ. ഞങ്ങളുടെ കേവ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടമുണ്ട്, മീനുണ്ട്, മീൻ കുളമുണ്ട്, പിന്നെ പല ഭാഗങ്ങളും ഇരുട്ട് നിറഞ്ഞ പല ഭാഗങ്ങളുണ്ട്. പാറകളുടെ ഒരു പ്രത്യേകതരം ശ്രേണിയാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ശരിക്ക് അതിൻ്റെ അകത്തെ കാലാവസ്ഥയും അതിനകത്ത് നമുക്കത് അനുഭവിച്ചറിയണം, എന്നാലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ റിവർ മാത്രമേ ഇപ്പോൾ റിവർ റാഫ്റ്റിങ് ഒരു അത്യാവശ്യം നടക്കുന്നുള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ ഈ കാര്യം കൂടെ, അതായത് തേജസ്വിനി പുഴയിലാണ് നമുക്ക് റിവർ റാഫ്റ്റിംഗ് ഉള്ളത്. അതായത് ജൂൺ ടു സെപ്റ്റംബർ വരെ ഏകദേശം ആ കാലഘട്ടമായിരിക്കും അതിൻ്റെ സീസണ്. റാഫ്റ്റിംഗ് ആണ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ സൊസൈറ്റിയാണ് അതിനെ മുന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നയിക്കുന്നത്. ഇതാണ് നേരത്തെ സനീഷ് പറഞ്ഞിട്ടുള്ള ആയന്നൂർ തീരം. ഇവിടെയാണ് കയാക്കിംഗ് ബോട്ട് സർവീസ് ഉള്ളത്. 1 മണിക്കൂർ സമയം പുഴയിലൂടെ കയാക്കിംഗ് സർവീസ് നമുക്ക് നടത്താവുന്നതാണ്. 100 രൂപയാണ് ഒരാൾക്കുള്ള ചെലവ്. എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്. എനിക്ക് ഓരോ യാത്രയും പ്രണയമാണ്, സംഗീതമാണ്. ഓരോ യാത്രയും പുതിയ അറിവുകൾ നൽകുന്നതോടൊപ്പം തന്നെ ചെറുപ്പവും ഉന്മേഷവും ആരോഗ്യവും നൽകുന്നു. ഞാൻ ഈയിടെയായി 2 പുസ്തകങ്ങൾ വായിച്ചു. CV ബാലകൃഷ്ണൻ്റെ പരന്മീൻ നീന്തുന്ന പാടം, അദ്ദേഹത്തിൻ്റെ തന്നെ സ്കോട്ടിഷ് ദിനരാത്രങ്ങൾ എന്നിവയാണ് അവ. K. ജയകുമാറിൻ്റെ സഞ്ചാരത്തിൻ്റെ സംഗീതം എന്ന പുസ്തകമാണ് വായനയിലുള്ളത്. സഞ്ചാര സാഹിത്യമാണെന്ന് കരുതിയാണത് വാങ്ങിയത്. എന്നാൽ ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതമാകുന്ന സഞ്ചാരമാണ്. സംഗീതം പോലെ മധുരമായ അദ്ദേഹത്തിൻ്റെ ജീവിത സഞ്ചാരമാണ് ആ പുസ്തകത്താളുകളിൽ നിറഞ്ഞു കിടക്കുന്നത്. അതെ, ഓരോ ജീവിതവും ഓരോ സഞ്ചാരമാണ്. ആ സഞ്ചാരം സംഗീതം പോലെ ആസ്വാദ്യകരമാക്കാൻ യാത്രകൾ എന്നെ സഹായിക്കുന്നു. സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളിലൂടെ ഉണ്ടാവുന്ന രാഗങ്ങൾ പോലെ ഓരോ യാത്രയും എൻ്റെ മനസ്സിനെ പ്രണയാർദ്രമാക്കുന്നു, രാഗാർദ്രമാക്കുന്നു. നൈമിഷികമായ ഈ ജീവിതത്തെ സന്തോഷകരമാക്കുന്നതിനായി നിരവധി അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. യാത്രകൾ അവസാനിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.